കൂടി പരിശോധിച്ചാൽ വയനാട് ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥത നേരിട്ട 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 337 വിദ്യാർത്ഥികൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ലിൻഡോ തോമസ് ചേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിൻഡോ, ഇന്നലെ ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞത് പ്രാഥമിക ഘട്ടത്തിൽ ഷിഗല്ല ആയിരുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിക്കുകയാണ്. ഏറെ കുട്ടികൾ ഇത്തരത്തിൽ സമാനമായ ലക്ഷണങ്ങളുമായി ആശുപത്രിയിലുണ്ട്. ഒരു ആശങ്കയുടെ സ്ഥിതി ഇപ്പോഴുമുണ്ട്. രുചീഷ്, വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ട 2 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പനിയും വയറിളക്കവും ഛർദിയും മൂലം ഈ വിദ്യാർത്ഥികൾ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സ തേടിയിരുന്നു. ഇത് വലിയ വാർത്തയായിരുന്നു. ഏകദേശം 337 വിദ്യാർത്ഥികളാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടിയത്. ഇവരുടെ രക്തപരിശോധനാ ഫലം ഇന്ന് വന്നപ്പോഴാണ് ഈ കുട്ടികളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബ്ലഡ് കൾച്ചർ ഫലം വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു. ഈ ഫലം വന്നതോടുകൂടിയാണ് ഈ 2 കുട്ടികളിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രി അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തുകയും കുട്ടികളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് നിലവിൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നുമാണ് അധികൃതർ അറിയിച്ചത്. രുചീഷ്.